പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം നിന്റെ സമ്പത്ത് കൊണ്ട് നീ എന്താണ് ചെയ്യുന്നത്? ചോദ്യം ആവർത്തിക്കാം. നിന്റെ സമ്പത്ത് കൊണ്ട് അല്ലെങ്കിൽ നിനക്കുള്ളത് കൊണ്ട് നീ എന്താണ് ചെയ്യുന്നത്? ചോദ്യത്തിൻ്റെ പശ്ചാത്തലം ഇതാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോയോട് കൂടെ നടന്ന് തങ്ങളുടെ സമ്പത്ത് കൊണ്ട് ഈശോയെ ശുശ്രൂഷിച്ച, ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി തങ്ങളുടെ സമ്പത്ത് വിനിയോഗിച്ച കുറച്ച് സ്ത്രീകളെ വചനം പരിചയപ്പെടുത്തുകയാണ്. തങ്ങളുടെ സമ്പത്തും തങ്ങളുടെ ആരോഗ്യവും തങ്ങളുടെ സമയവും അവർ ഈശോയോട് കൂടെ ആയിരിക്കുന്നതിനും ഈശോയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നതിനും വേണ്ടി ഉപയോഗിച്ചപ്പോൾ അവരുടെ ജീവിതം, അവരുടെ പ്രവൃത്തി സുവിശേഷമായി മാറി. നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി തങ്ങളുടെ സമ്പത്ത്, തങ്ങളുടെ സമയം, തങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കുന്നവരുടെ ജീവിതം സുവിശേഷമായി മാറും എന്നാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അത് നമുക്ക് പലതരത്തിൽ നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാവുന്ന. അതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്ന ഒരു ഉടമ്പടിയിൽ, ആവിലായിലെ 2ാമത്തെ ഉടമ്പടിയിൽ നമ്മൾ ഇങ്ങനെ പറയുന്നത്: ഈശോയെ, ജീവിതകാലം മുഴുവൻ എൻ്റെ സകല കഴിവുകളോടും കൂടെ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കാമെന്ന് ഞാൻ ഉടമ്പടി ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം, അർത്ഥം അതാണ്. എനിക്ക് അറിവുണ്ട്, ഞാൻ ആ അറിവ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ അറിവ് ഉപയോഗിക്കുന്നു. അതൊരു തലമാണ്. അതുപോലെ തന്നെ കാറ്റഗിസം പഠിപ്പിക്കാനൊക്കെ പോകുന്നവരുണ്ട്. ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരാൾക്കൊരു പൊസിഷനുണ്ട്, ഒരു സ്ഥാനമാനമുണ്ട്, അല്ലെങ്കിൽ ഒരു ജോലിയുണ്ട്, ഒരു പദവിയുണ്ട്. ആ പദവി ഞാൻ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ഭവനമുണ്ട്, ഒരു വാഹനമുണ്ട്, ഒരു സ്ഥലമുണ്ട്. ഇതെല്ലാം ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി. ഒരു പ്രത്യേക കഴിവുണ്ട്, ആ കഴിവ് ഞാൻ എൻ്റെ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കും എന്ന് പറയുമ്പോൾ അത് നിന്റെ ജീവിതത്തെ ഒരു സുവിശേഷമാക്കി മാറ്റുകയാണ്. നിനക്ക് വേണ്ടി തന്നെ ജീവിക്കുമ്പോൾ നീ സുവിശേഷമായി മാറുന്നില്ല, വചനമായി മാറുന്നില്ല. നീ കേവലം ഒരു വാർത്തയായി മാത്രം മാറും. നമുക്ക് വേണ്ടി നമ്മൾ ജീവിച്ചാൽ നമ്മൾ കേവലം മലയാള മനോരമയിലെ ഒരു വാർത്തയായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നമ്മൾ ജീവിച്ചാൽ അത് ബൈബിളിലെ ഒരു വചനം പോലെ വിലയുള്ളതായി മാറും. പ്രൈസ് ദി ലോർഡ്. വാർത്തയ്ക്കും വചനത്തിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇന്നലത്തെ പത്രം നമ്മൾ എടുത്ത് ഇന്ന് എന്ത് ചെയ്യും? പൊതിഞ്ഞു കൊടുക്കും. പക്ഷേ പൊതിഞ്ഞു കൊടുക്കാൻ ഉപയോഗിക്കും. ഇന്നലത്തെ പത്രത്തിന് ഇന്ന് അത്രേ വിലയുള്ളൂ. പക്ഷേ വചനമായി മാറിയാൽ അത് പൊതിഞ്ഞു കൊടുക്കുകയില്ല, അത് എല്ലാ കാലത്തും സൂക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. അപ്പോൾ ചോദ്യം ഇതാണ്: നീ വാർത്തയാകാനാണോ വചനമാകാനാണോ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്? നിന്റെ സമ്പത്ത് കൊണ്ട് നീ എന്താണ് ചെയ്യുന്നത്? കണ്ണുകളടക്കാം. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ വേണ്ടതുപോലെ നമ്മുടെ സമയം കൊണ്ട്, നമ്മുടെ കഴിവുകൾ കൊണ്ട്, നമ്മുടെ സമ്പത്ത് കൊണ്ട് ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കാൻ താല്പര്യവും ജാഗരൂകതയും കാണിക്കാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് അനുതപിക്കാം. കൂടുതൽ തീക്ഷ്ണതയോടുകൂടെ നമ്മുടെ എല്ലാ സൗകര്യങ്ങളും കർത്താവിന് വേണ്ടി ഉപയോഗിക്കാൻ